ഓക്കെ, അപ്പൊ നന്നായി പാടൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. സ്നേഹമൂലുന്ന കുരുവിയിണകളെന്നെങ്കിതം തേടിയല്ലോ, നിൻമണിച്ചുണ്ടിൽ അമൃതമധുരലയമോർമ്മയായി തോർന്നുവല്ലോ. മാറിപ്പുണർന്ന മതകരലതയെവിടെ, മണ്ണിൽ ചുരന്ന മതകരമരമെവിടെ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. അണിവിരലാൽ ജലചാരുലേഖ എഴുതി, നമ്മോട് നമ്മളറിയുമൊരു മകളാ, ഇന്ത്യവരങ്ങളിതളിടുമൊരു ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും
നമുക്കിനി ഇതിന്റെ പുറകില് വർക്ക് ചെയ്ത ആളുടെ അടുത്ത് തന്നെ ചോദിക്കാം. ശരത് സർ, ഈ പാട്ടുണ്ടാക്കുന്നതിന്റെ പുറകിലുള്ള ആ സ്റ്റോറി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ രാജുവേട്ടനുണ്ട്. രാജുവേട്ടൻ നല്ല സംഗീത സെൻസുള്ള ആളാണ്. അതുപോലെ ജിജോ സാറ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അപ്പച്ചൻ സാറിൻ്റെ മകൻ. അപ്പോൾ ഇവരാണ് മെയിനായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഏത് ട്യൂണാണ് വേണ്ടതെന്ന്. പിന്നെ അത് അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 പേര് വരും. പല ഏരിയയിൽ നിന്നും, ആസാമിൽ നിന്നും, കൊറിയയിൽ നിന്നൊക്കെ ആളുകൾ വന്നിരിക്കും. അപ്പോൾ ഇത് അവരുടെ മുമ്പിൽ പാടി കേൾപ്പിക്കണം. പാടുമ്പോൾ ആരെങ്കിലും ചുമ്മാ കക്ഷം ചൊറിഞ്ഞാൽ അവരെ ട്യൂൺ മാറ്റണം. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവർ മുഖം ചൊറിയുന്നത്. ഇന്ന് പറഞ്ഞിട്ട് ഇല്ല, കഷ്ടമല്ല, ഞാൻ കഷ്ടം ചൊറിഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ കഷ്ടം നമ്മൾ ആരഭിപ്രായം പറഞ്ഞാലും അവിടെ ഓക്കെയാണ്. അതിൻ്റെ ആ ഒരു പല്ലവി പാടിയപ്പോൾ അവിടെ ഒരു തൊണ്ട അടച്ച്, അതുകൊണ്ട് ഈ ട്യൂൺ അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അഭിപ്രായം വരാൻ തുടങ്ങി. കൈതപ്രാണാച്ചി ഞാനും കൂടെ ഇരുന്നിട്ട് ഷായും റായൊക്കെ മൂക്കുകൊണ്ട് കുറച്ച് അണ്ണൻ എഴുതും, പിന്നെ ഞാൻ എഴുതും എൻ്റെ കൂടെ. എന്ത് ചെയ്യാനാ, കൈതപ്രാണാച്ചിയൊക്കെ പാടുക, ഉത്സാഹം എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാജുവേട്ടനും ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ച് എന്ത് ചെയ്യാൻ പറ്റും. കാര്യം ഇവർ മെജോറിറ്റി ആളുകൾ പറയുന്നതാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനൊരു, എന്നാലും ജിജോ സാറിൻ്റെ മനസ്സിലുണ്ടാവും ഏത് ട്യൂണാണ് വേണ്ടതെന്ന്. എന്നാലും ഇതൊരു എന്താ പറയണ്ടത്, ഇതൊരു ചടങ്ങാണ്. അപ്പോൾ ഈ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടെൻഷൻ. ഈ 40 പേര് വരും ഒരു ബസ്സിനകത്ത്, അവർ വന്നിരിക്കും ഹാളിൽ, നമ്മൾ ഹാർമോണിയം വെച്ചിരുന്നിട്ട് ഇത്രയും പേര് കേൾക്കുകയും വേണം. ആ പുറകിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റില്ല, ട്യൂൺ മാറ്റാൻ പറയും. അങ്ങനെ വരെ അത്ര അവസാനം മറ്റേ ചെവി കേൾക്കാത്ത ആളുകളുണ്ട് ഇതിൽ. അവര് ഇത് ഫീലേ ഇല്ലെന്ന്. അവസാനം ഹാർമോണിയപ്പെട്ടി ഞാൻ കെട്ടി കഴുത്തി തൂക്കിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഈ പാട്ട് പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടം. ഒരു സിറ്റുവേഷനും 45-50 പാട്ടൊക്കെ ഉണ്ടാകുമ്പം 51ാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തതാണ്. കാര്യം ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ. അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 ദിവസം ഒഴിവ് തരണം. അങ്ങനെ ഒഴിവെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാര്യം ഉറക്കമൊന്നുമില്ലെന്ന്. രഞ്ജിനി, ഞാൻ സത്യ പറയുന്നത്. ആ പെൺകുട്ടിക്ക് ബൊമ്മ കിട്ടി. അപ്പോൾ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഞെട്ടി ഉണരുകയാണ് ബൊമ്മയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബൊമ്മയും തേടിയുള്ള ഒരു യാത്രയിൽ ഞാൻ രാത്രി ഒരു ഇത് എത്ര എനിക്ക് തോന്നുന്നൊരു രാവിലെ 4:30 മണി സമയത്ത്, ഒന്നാമത് ആ കാക്കനാട് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും, മൊത്തം മുഴുവൻ കാടാണ് പുറത്തൊക്കെ. അപ്പോൾ ആ ക്ഷുദ്രജീവികളോടുള്ള പേടി വരെ പോയി ഈ ഒരു സിറ്റുവേഷൻ കാരണം. ഈ 40 പേര് കാരണം തന്നെ ഞാൻ എൻ്റെ ഹാർമോണിയം തൂക്കിയിട്ട് വെളിയിലിറങ്ങി. നമുക്ക് മഞ്ഞം എന്താണ്ടൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുകയാണ് കാട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് എനിക്ക് കുറച്ച് ഇരിക്കാൻ സ്ഥലം കിട്ടി. ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് വിഷമിച്ചിരിക്കുക, കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഒരു പാട്ട് വേണമല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു 5-5:30 മണിയായപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു മെലഡിയാണിത്. അപ്പം ഞാൻ അപ്പം തന്നെ ഇതൊരു എന്താ പറയണ്ടേ, ഒരു ഡമ്മി ലിറിക്ക്, എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഒരു തമിഴ് ഡമ്മി ലിറിക്ക് എഴുതി പാടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ട്യൂൺ മറക്കത്തില്ല. അപ്പോൾ അതങ്ങനെ എന്തോ ഒരു ഡമ്മി ലിറിക്ക് എഴുതി ഞാനത് ശരിയാക്കിയിട്ട് കൈതപ്രാണാച്ചിയെ എണീപ്പിച്ച് പല്ല് തേപ്പിച്ച് ഇതിന് എഴുതണ്ണാച്ചി എന്ന് പറഞ്ഞ് പൊക്കിയിരുത്തി എഴുതിച്ചാണ്. അപ്പോൾ ഇത് ആദ്യം ഈ ഇതല്ലായിരുന്നല്ലോ ഒരു കാര്യം, അത് വേറെ ചിത്രത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടല്ലേ ആകാശദീപമെന്നും ഉണരുമിടമായോ, അതിന് പകരം വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം എന്നായിരുന്നു ആദ്യത്തെ ലിറിക്സ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി പറയാത്. അപ്പോൾ ഇത് എഴുതിയിട്ടും നമ്മൾ 40 പേര് വന്നു, ഇത് പാടി കേൾപ്പിച്ചു. അപ്പോൾ മൗനരാഗമണി മാത്രമേ കേൾക്കുന്നുള്ളൂ, വാസന്തരാത്രി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് തള്ളും എന്നുള്ള ഒരു കണ്ടീഷനിൽ ഞങ്ങൾ കൈതപ്രാണാച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. വിഷമിക്കരുത്, നാളെയും കാടുണ്ടാവും, നമുക്ക് രാത്രി അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേ ഞാൻ എൻ്റെ ഹാർമോണിയൊക്കെ തൂക്കി ഞാൻ കാട്ടിലേക്ക് യാത്രയാവുകയാണെന്ന് പറഞ്ഞിട്ട്. ശ്രീരാമനൊക്കെ വനവാസത്തിന് പോകണം. ജിജോ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വനവാസത്തിനൊന്നും പോകണ്ട, ഇതിന് ഓക്കെ ആണെന്ന്, ഇനിയിപ്പോൾ ആരും പറയണ്ടെന്ന് പറഞ്ഞു. ജിജോ സാറും രാജുവേട്ടനും കൂടെ സെലക്ട് ചെയ്താണ് ഈ പാട്ട്. പക്ഷേ ആ പടം നടന്നില്ല. അപ്പോൾ അതുപോലെ കുറച്ച് നാളത്തേക്ക് പിന്നെ വനവാസത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. എനിക്ക് പടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാജുവേട്ടൻ തന്നെ ക്ഷണക്കത്തെന്നുള്ളൊരു ഫിലിം ഒരു ഏകദേശം 2 കൊല്ലത്തിൽ എടുക്കുമ്പോഴാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അന്നാണ് ആകാശദീപം. അത് സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ലിറിക്ക് വേറെ എഴുതണമെന്ന് പറഞ്ഞ് എഴുതിച്ചു. ഇതാണ് അതിൻ്റെ പിറകിലുള്ള ചരിത്രം. ഇത് 17.5 വയസ്സെന്ന് പറഞ്ഞു. ശരത്ത് ഫസ്റ്റ് മ്യൂസിക് ചെയ്ത് 6.5 വയസ്സിലാന്ന് കേട്ടിട്ടുണ്ട്. നാടകത്തിന് അതാണ് നാടകത്തിന് വേണ്ടി അത് മ്യൂസിക് ചെയ്ത നാടകത്തിന് വന്നപ്പോ
പറ. താഴ്ത്തു വരുന്ന കണ്ടു എന്നത് അമ്മയുടെ മടിയിൽ. അമ്മയുടെ മടിയിൽ ഞാൻ കണ്ടു അത്. അപ്പൊ അത് വലിയൊരു അനുഭവമായിരുന്നു. പറയൂ സർ പ്ലീസ്. ഇല്ല, അത് എനിക്ക് ഇങ്ങനെ എൻ്റെ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഡ്രാമ എന്ന് പറഞ്ഞ് വന്നിട്ട്, അപ്പോൾ എനിക്ക് വായിക്കാനൊന്നും 6 വയസ്സിൽ എന്തറിയാനാ, ഒരു വിവരവും ഇല്ല അന്ന്, ഇപ്പോഴും ഇല്ല. അപ്പോൾ അമ്മ മലയാളം BA B.Ed ആണ് പഴയ. അപ്പം മലയാളം കുത്തിക്കയറ്റി ഇത് മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ചു, പദ്യം പോലെ പഠിച്ചിട്ട് ഇങ്ങനെ ഹാർമോണിയൊക്കെ മുട്ടുകുത്തി നിന്ന് പ്ലേ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മാമൻ്റെ എത്രയോ ഹാർമോണിയം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രാജമാമൻ എന്നുള്ള മാമനാണ് കണ്ടമാനം ഹാർമോണിയം നടന്നിട്ടൊക്കെ അതിൻ്റെ മുകളിൽ. കാര്യം അറിഞ്ഞ ഒരു വിവരവും ഇല്ല. ഹാർമോണിയൊക്കെ തിരിച്ചു വെച്ച് ബെല്ലോ അതിൻ്റെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതായിരുന്നു അന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഇത് കാണാപ്പാടം പഠിച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കി അത് കുറച്ച് ബെറ്റർ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, ഈ ഇടയ്ക്ക് ഓർമ്മ വന്നു. പക്ഷേ ഇനി ഓർമ്മ വരുമ്പോൾ ഞാൻ പാടി കേൾപ്പിക്കാം. അങ്ങനെ അത് വേറൊരു കുട്ടി വന്ന് പാടി. അപ്പോൾ അത് അന്നൊന്നും എനിക്കറിഞ്ഞത്. അപ്പോൾ പറഞ്ഞു കൊടുത്താ പാടണം. പിന്നല്ലാണ്ട് ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു കുറച്ച് നന്നായിട്ട്. ഇപ്പോഴാണ് കൊളായത്. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് അത് കേൾക്കാനിടയായ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അത് എൻ്റെ അമ്മയൊക്കെ കരയായിരുന്നു, ഞാനും കരയായിരുന്നു. ചുമ്മാ അത് അമ്മ കരയുന്നല്ലോ എന്ന് ഓർത്തിട്ട്, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു വികാരം എനിക്കില്ല. അപ്പം നമുക്ക് പാട്ടിലേക്ക് വരാം. അപ്പോൾ രാധിക നന്നായിരുന്നു കേട്ടോ. അപ്പം രാവലിയുമ്പോൾ അത് കുറേയും കൂടെ നന്നാക്കാം. ഒന്ന് പാടുക ആ ഒരു ലൈൻ. എൻ്റെ ഓക്കെ 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 ഓക്കെ. പാൽ കനവിലാണ് കേട്ടോ. അത് കനവിൽ പിന്നെ ഇന്നലെ സെക്കൻഡ് ചരണം തുടക്കം അതൊന്ന് ശ്രദ്ധിച്ചോണ്ടാ മതി കുറേ കൂടെ. പിന്നെ രാജ്മോഹൻ ചാരുരേഖയാണ് കേട്ടോ. അത് ലേഖയല്ല, രേഖയാണ്. അത് കുഴപ്പമില്ല. അത് അക്ഷരം തെറ്റി പാടരുതല്ലോ ഇനി എവിടെങ്കിലും പോകുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. രാജ്മോഹൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. രാജ്മോഹൻ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. രാധിക നല്ലോണം പാടി മോളെ. മോൾക്ക് ഡെഫിനറ്റ്ലി വോയിസ് ട്രെയിൻ ഉണ്ട്, ഒരു ഹസ്കി ടോൺ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടി ആഡ് ചെയ്തു ഈ പാട്ടിന്. നല്ല രസമായിരുന്നു. പല്ലവിയൊക്കെ ഒരു ഹസ്കി ടോണിലാണ് വന്നത്. പക്ഷെ ഇത്രയും ഒരു സ്ട്രെയിൻ വെച്ചുകൊണ്ട് മോളല്ലോ ഒരുവിധം എല്ലാം മാനേജ് ചെയ്തു കേട്ടോ. അതിന് സമ്മതം. അത് എങ്ങനെ പറ്റണമെന്നുള്ള ടച്ച് വുഡ് വരാതിരിക്കട്ടെ അസുഖം. പക്ഷെ വന്നാൽ ഇങ്ങനെ പാടാൻ എങ്ങനെ കഴിയുന്നുള്ളൂ. അത് ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ. ട്രെയിൻ ഉള്ളപ്പോൾ പാടാൻ നല്ലോണം പറ്റട്ടെ. പൊൻപരാഗം അവസാനത്തെ സംഗതി, അത് മാത്രം എനിക്ക് ഒരു തെറ്റ് പാടിയതായിട്ട് തോന്നിയുള്ളൂ. മറ്റേതൊക്കെ സ്ലിപ്സ് ആയിരുന്നു. പൊൻപരാഗം ഒന്ന് പാടിക്കോളൂ. പൊൻപരാഗമിളകം ശ്രുതി കറക്റ്റാ. ക്ലീൻ. രാധിക ക്ലീൻ ആയിട്ട് പാടുന്ന കുട്ടിയാ. ഉഗ്രൻ സിംഗറാണ് കേട്ടാ. താങ്ക് യു സുജാ ചേച്ചി. ശ്രീനി സർ. Rajmohan, thanks for coming. Thank you. രാധിക ശരിക്കും നന്നായിട്ട് പാടി കേട്ടോ. ഐ റിയലി ലവ്ഡ് ഇറ്റ് യുവർ സിംഗിങ്. ബിക്കോസ് എക്സ്പ്രഷൻ വാസ് ഫാന്റാസ്റ്റിക്. ചിത്രയുടെ എല്ലാ സംഗതിയും പാടി, ബട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ചിത്ര അറ്റ് ഓൾ. ദാറ്റ് ഇസ് ടു യുവർ ക്രെഡിറ്റ്. പാടാനായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി. യു റിയലി ഡിഡ് വെൽ രാധിക. ലൈക്ക് യുവർ എക്സ്പ്രഷൻ ഇൻ ഈച്ച് സംഗതി ഓഫ് യുവേഴ്സ്. Srini sir, marks please. 27.5 on 30. Thank you sir. Suja Chechi. 27.5 on 30. Thank you Chechi. Sharat sir. ഞാൻ മാത്രം എന്തിനാ കുറയ്ക്കുന്നത്? 27.5 on 30 again from Sharat sir. Thank you sir. 82.5 on 90. ഇനി നമുക്ക് 10ൽ എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10 and your overall score is 90.5 on 100.